എയ്തർ ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കിടയിൽ തീർത്തും പേരുള്ള ഒരു ബ്രാൻഡാണ്. ഇന്ത്യൻ കമ്പനിയാണത്, ബാംഗ്ലൂർ ബേസ്ഡ്. അപ്പോൾ എയ്തറിൻ്റെ ചില മോഡലുകളിൽ കഴിഞ്ഞ വർഷം അവസാനം ചില അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മാത്രമല്ല വിലയിലും ചില വ്യത്യാസങ്ങളുണ്ട്, പുതിയ മോഡലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് കാലിക്കറ്റിലെ ബ്രിഡ്ജ് വേ എനർജി എന്ന് പറയുന്ന എയ്തറിൻ്റെ ഷോറൂമിലാണ്. ഇവിടെ വന്ന ആ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വണ്ടികളെ ഒന്ന് കാണാനും എയ്തറിൻ്റെ പുതിയ മോഡലുകളെ കുറിച്ച് അറിയാനും, പുതിയ ഒരു മോഡൽ വന്നപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു 1,10,000 രൂപ മുതൽ എയ്തറിൻ്റെ മോഡലുകൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ബ്രിഡ്ജ് വേ എനർജിക്ക് അകത്ത് കയറിയിട്ട് ഇവരോട് എയ്തറിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എയ്തറിൻ്റെ ഏതൊക്കെ പുതിയ മോഡലുകൾ വന്നെന്ന് കേട്ടു, അത് മാത്രമല്ല ഏതൊക്കെ പ്രൈസിൽ അപ്ഡേറ്റ് എന്ന് കേട്ടു. ഏതൊക്കെയാണ് രണ്ട് പുതിയ മോഡലുകൾ? നമുക്കിപ്പം മെയിനായിട്ട് പുതിയത് വന്നത് 450X HR ഉണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് 450S ഉണ്ട്. രണ്ട് മോഡൽസ് ഉണ്ട്. ഇതേതായിരുന്നു? ഇത് XHR എന്ന് പറഞ്ഞില്ല. ഇതിൻ്റെ എന്താ പ്രത്യേകത? എന്തൊക്കെയുണ്ട് ഇതിന് മെയിനായിട്ട് പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ട്രൂ റേഞ്ച് തന്നെയാണ്. ഇതിനാണ് ടോപ്പ് വേരിയൻ്റ് ആയിട്ട് വരുന്ന നമ്മൾ മോഡലാണിത്. ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ IDC റേഞ്ച് നോർമലി കമ്പനി പറയുന്ന റേഞ്ച് 150 ആണ്. ഓക്കെ. കസ്റ്റമേഴ്സിന് നോർമലി കിട്ടിക്കൊണ്ടുവന്ന ഒരു ട്രൂ റേഞ്ച് പറയുകയാണെങ്കിൽ 110 ആണ് വരിക. ഓക്കെ. 110 കിലോമീറ്റർ എന്തായാലും കിട്ടുന്ന റേഞ്ച് കിട്ടുന്ന അതെ, 100 to 110 ആണ് നോർമലി കസ്റ്റമേഴ്സിന് കിട്ടിക്കൊണ്ട്. ചാർജിങ് ഒക്കെ ചാർജിങ് ഇതിപ്പോൾ നമുക്ക് നോർമലി വീട്ടിൽ നിന്നുള്ള ചാർജിങ് ഉണ്ട്. അതിൽ നമ്മൾ ചെയ്യണതിന് 5.5 hours ആണ്. 0 to 80 ആണെങ്കിൽ 4.5 hours, 0 to 100 ആണെങ്കിൽ 5.5 hours ആണ് വരിക. ഇതെന്താ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1.84 ആണ്. 1.84 ആണ്. എയ്തറിൻ്റെ ശരിക്കും നമ്മൾ ആദ്യം വീഡിയോ ചെയ്യുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ്. അന്നൊരു ഓണത്തിന് പൂക്കളം ഇടാനായിട്ട് പൂ മേടിക്കുന്ന പോലെ ഒരു ചെറിയൊരു ക്യാമ്പയിൻ ഞാൻ ചെയ്തിട്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് എയ്തറിൻ്റെ മോഡലുകൾ നോക്കാനോ കാണാനോ പറ്റുന്നില്ല. അപ്പോൾ ഇത് പുതിയ രണ്ട് മോഡലുകളാണ്. ലാസ്റ്റ് മന്ത് ഒരു മീഡിയ ഡ്രൈവ് നടക്കണ്ടായിട്ട് ആ ഒരു ബാംഗ്ലൂർ വെച്ചിട്ട് അവിടെ പോകാനും പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയില്ല. പല കളറുകളായിട്ട് ഇപ്പോൾ വണ്ടി വരുന്നുണ്ട്. ചോപ്പൊക്കെ കണ്ടു. അതെ, നമുക്ക് ടോട്ടൽ ഇപ്പോൾ 6 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഓക്കെ. അതിലിപ്പോൾ നമ്മളെ ടോപ്പ് വേരിയൻറ്റിൽ ഇപ്പോൾ ലിമിറ്റഡ് കളേഴ്സ് ആയിട്ട് അധികം വരുന്നത് ഈ ലൂണ ഗ്രേയും റെഡും ആണ്. ഓ, ഇത് കീ തന്നെയാണല്ലേ? നമ്മുടെ കീലെസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല, നമുക്ക് നോർമലി ഫിസിക്കൽ കീ തന്നെയാണ് വരുന്നത്. കംപ്ലീറ്റ് ഓപ്പറേഷൻ മീൻസ് ഹാൻഡ് ലോക്ക് കാര്യങ്ങൾ, സീറ്റ് ഓപ്പണിങ്, പിന്നെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് കീയിൽ തന്നെയാണ് വരുന്നത്. ഞാൻ മോഡലിനെ കുറിച്ച് പറയാം. ഇത് നമ്മളെ 450S എന്ന് പറഞ്ഞുള്ള മോഡലാണ്. 450S എന്ന് പറഞ്ഞ ബേസ് വേരിയന്റ് ആയിട്ട് വരുന്നത്. ഇതിനപ്പോൾ എന്താ വില വരുന്നത്? ഇതിനിപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1.24 ആണ്. അപ്പോൾ ശരിക്കും ഒരു ചെറിയ ഒരു കമ്പാരിസൺ പോലെ രണ്ട് വണ്ടികളും പറഞ്ഞാൽ ഇതിൽ വരുന്ന പ്രധാനമായിട്ടുള്ള ഒരു കുറവുകൾ എന്താ? പ്രധാനമായിട്ട് വരുന്നതാണ് നമ്മളെ ബാറ്ററി തന്നെയാണ്. ഇതിനിപ്പോൾ ടോപ്പ് നമ്മളെ ബാറ്ററി വരുന്നത് 2.9 kW ബാറ്ററി വരുന്നത്. ഓക്കെ. ഇതിൽ വരുന്നത് 3.7 kW. അപ്പോൾ ഇതിന്റെ റേഞ്ച് എങ്ങനെ വരും? ഇതിനിപ്പോൾ നമ്മൾ IDC റേഞ്ച് പറയുന്നത് 115 ആണ്, 115 കിലോമീറ്റർ ആണ്. ഓക്കെ. അപ്പോൾ കസ്റ്റമേഴ്സിന് കിട്ടുന്ന ട്രൂ റേഞ്ച് പറയുന്നത് 90 കിലോമീറ്റേഴ്സ്. 90-95 കിട്ടുന്നത് പറയാം. ഇതിനാണ് ആ വില 1,10,000 എന്ന് പറഞ്ഞാൽ? അതെ അതെ. നമ്മളെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 1.10 ആണ്. അപ്പം നമുക്ക് ഓൺ റോഡ് വരുമ്പോൾ 1.25 വരും. ഇനി ഒരു മോഡലും കൂടി ഉണ്ടെന്ന് തോന്നുന്നല്ലേ? പുതിയ ഇടയിൽ വെച്ചൊരു മോഡലുണ്ട്, എല്ലാവരും പറഞ്ഞിട്ട്. ഓക്കെ. 3 മോഡലുകളാണ് ശരിക്കും. ഇപ്പൊ ആ വണ്ടി നമ്മുടെ 450X തന്നെ അല്ലേ? അതെ. അപ്പൊ XR-ഉം X-ഉം അങ്ങനെയാണോ? അല്ല, X-ന്റെ തന്നെയാണോ XR എന്ന് പറയുന്നത്? X-ന്റെ തന്നെ വരുന്നതാണ് XHR, X, പിന്നെ XLR വരുന്നത്. ഈ സെന്ററിൽ റേഞ്ച് ആണ് ഉദ്ദേശിച്ചത്, ലോങ് റേഞ്ച് ആ സംഭവം. ഇതിന്റെ വെറും ഒരു എയ്തർ 450S എന്ന് പറയുന്നത്. 450S ശരിക്കും ബ്രിഡ്ജ് വേ എനർജി എന്നാണോ അതിന്റെ പേര്? ബ്രിഡ്ജ് വേ എനർജി. ലൊക്കേഷൻ കൂടെ ഒന്ന് പറയാം. എനിക്ക് എന്റെ പ്രേക്ഷകർക്ക് എവിടെ ഈ സ്ഥാപനം നിൽക്കുന്ന സ്ഥലം എന്നുള്ളത്? നമുക്കിവിടെ നിൽക്കുന്നത് നല്ലളാണ്. കറക്റ്റ് പറഞ്ഞാൽ മീൻചന്ത ജംഗ്ഷനിൽ ഒരു 100 മീറ്റേഴ്സ് അരീക്കാട് റോഡാണ് വരുന്നത്. അപ്പോൾ എയ്തർ 450S, ഈ S മോഡലിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്തൊക്കെ ചോദിക്കണ്ടോ? കാരണം ഈ വണ്ടിക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാലേ ഇത് വാങ്ങണോ വേണ്ടെന്ന് ആൾക്കാർക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. പഴയ എയ്തർ, ആദ്യം വന്ന എയ്തർ, അതിൻ്റെ ഒരു വ്യത്യാസം ചെറുതായിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇതിലിപ്പോൾ മെയിൻലി നമുക്ക് പഴയ വണ്ടിയിൽ നിന്ന് വ്യത്യാസം വന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളായിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇതിനിപ്പോൾ വരുന്നത് നമ്മളെ DPU ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഡിസ്പ്ലേ ആണ് വരുന്നത്. DPU ഡിസ്പ്ലേ. ഓക്കെ. നമുക്ക് പഴയ ആദ്യം വന്നിരുന്നത് നോർമലി നമ്മളെ ഫോൺ സ്ക്രീൻ മാറി ഒരു LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷെ ഇതിന് ചേഞ്ച് ആയിട്ട് ഒരു DPU ഡിസ്പ്ലേ വന്നിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 180 ഡിഗ്രി ആംഗിൾ എന്നുള്ള വ്യൂ അതിൽ തന്നെ ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് വെയിലിൻ്റെ അടിക്കുന്നതിനുള്ള ഈ ഗ്ലെയർ ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളില്ല. അപ്പോൾ അതിനനുസരിച്ച് കറക്റ്റായിട്ട് വരും. പിന്നെ ഇതിൽ നാവിഗേഷൻ കാര്യങ്ങൾ ഗൂഗിൾ മാപ്പ് അല്ല, ഇതിൽ നമ്മളെ 10x10 നാവിഗേഷൻ തന്നെയാണ് വരുന്നത്. നിങ്ങളുടെ ആപ്പോസിറ്റുള്ള നാവിഗേഷൻ ആണ്. സീറ്റിനടിയിലെ സ്പേസ് എങ്ങനെയുണ്ട്? സീറ്റിൽ 22 ലിറ്റേഴ്സ് ആണ്. അതൊന്നും വ്യത്യാസങ്ങളില്ല അല്ലേ? ഇല്ല, നോർമൽ തന്നെയാണ്. ഇത് ടോഗിൾ ചെയ്താക്കി ചെറിയ ഒരു ജോയിസ്റ്റിക്ക് പോലത്തെ ബട്ടണിലാണേ. അത് മാത്രമല്ല ഈ സ്വിച്ചൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ? ശരിക്കും ഈ സ്വിച്ചുകളൊക്കെ ഒരു പുതിയ ഡിസൈൻ ആയിട്ട് തോന്നുന്നുണ്ടല്ലോ.
അതെ, നമുക്കിപ്പോൾ മെയിനായിട്ട് വന്ന ചേഞ്ചസ് പറഞ്ഞാൽ ഈ 2 ബട്ടൺസ് ആണ്. ഓക്കെ. ഒന്ന് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇവിടെ ഒരു റിവേഴ്സിനായിട്ട് നമുക്കൊരു എക്സ്ട്രാ ബട്ടൺ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഓൺ ദി സ്പോട്ട് തന്നെ നമ്മൾ നിർത്തുമ്പോൾ തന്നെ റിവേഴ്സിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആക്കാൻ ഒരു ഡിസ്പ്ലേ. പിന്നെ ഇതിപ്പോൾ ഒരു നാവിഗേഷൻ സ്വിച്ച് വന്നതാണ്. ഇത് ടേൺ ബൈ ടേൺ നാവിഗേഷൻ ജോയ്സ്റ്റിക് ആണ്. നമുക്കിപ്പോൾ ഇതിലിപ്പോൾ ടച്ച് വരുന്നില്ല DPU ഡിസ്പ്ലേയിൽ. അപ്പോൾ ഇതിൽ ഈ ജോയ്സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മൾ നാവിഗേറ്റ് കാര്യങ്ങൾ ചെയ്യുക. ഇതിലുള്ള സെറ്റിംഗ്സ് കാര്യങ്ങൾ നാവിഗേറ്റ് ചെയ്യാനും കംപ്ലീറ്റ്. ഓക്കെ. ഇനി ഇത് അവിടെ ഇരിക്കുന്ന മോട്ടറും ഒക്കെ ബെൽറ്റൊക്കെ ശരിക്കും കാണുകയില്ലേ, ഒരു സ്കെൽറ്റൻ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഇതാണ് ബാറ്ററി പാക്ക് അല്ലേ? അതെ, നമ്മൾ ഫ്ലോറിലാണ് ബാറ്ററി വരുന്നത്. അതിന് ഇവിടെ മോട്ടർ വരുന്നത് നേരെ ബെൽറ്റ് ഡ്രൈവിലേക്ക് വരും. വലിയ വീല്, നല്ല വീൽസ് ഒക്കെ. മുന്നിലും പിന്നും ഡിസ്ക് തന്നെയാണ് അല്ലേ? അതെ, ഡുവൽ ഡിസ്ക് ആണ്. പിന്നെ 2 ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് MRF-ന്റെ വരുന്നത്. ഓ, ഓക്കെ. ടെലസ്കോപ്പിക് ഫോർക്കും ബാക്കിൽ ആ ഒരു മോണോ ഷോക്കും. പിന്നെ ചേസ് പറയുകയാണെങ്കിൽ നമുക്ക് വരുന്നത് ഇപ്പോൾ അലൂമിനിയം അലോയ് ചേസ് ആണ് വരുന്നത്. അതിൽ സ്റ്റീലിന്റെ പാർട്ട്, ഈ ഫ്രണ്ടിലുള്ള പാർട്ട് മാത്രമേ സ്റ്റീൽ വരുന്നുള്ളൂ. ഈ ബാറ്ററി സ്ട്രോങ് മെമ്പർ തന്നെയാണ്. ഓക്കെ. അതെ. പിന്നെ ഈ അലൂമിനിയം ചേസ് പറയുന്നത് സ്പ്ലിറ്റ് ചേസ് ആണ്. നമ്മളെ സിംഗിൾ ആയിട്ടുള്ള സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ യൂസ് ചെയ്തായിരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും ഡാമേജസ് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ പീസ് മാത്രമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത മോഡൽ ഒരു HR അല്ലേ? അതെ, HR. Aether 450X HR അല്ലേ? ഇതിന്റെ ഫീച്ചേഴ്സ് എന്താ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? ഇതിനെ വെച്ച് നമ്മളെ മെയിൻലി പറയാം ഡിസ്പ്ലേ ഉണ്ട്. ഡിസ്പ്ലേ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഓക്കെ. ഡിസ്പ്ലേ നമ്മളെ നോർമലി ബേസ് മോഡലിൽ മാത്രം ടച്ച് അല്ലാത്ത ഡിസ്പ്ലേയും ഇതിൽ ടച്ച് ഡിസ്പ്ലേ വരുന്നത്. ഓക്കെ. പിന്നെ ഈ സ്വിച്ച് ഇവിടെ ഉണ്ട്, റിവേഴ്സ് സ്വിച്ച് വന്നിട്ടുണ്ട്. ജോയ്സ്റ്റിക്ക് ഇവിടെ ടച്ച് ഉണ്ടെങ്കിലും ജോയ്സ്റ്റിക്ക് ഉണ്ട്. നമുക്ക് റൈഡിങ്ങിലെ ടൈമിലും ജോയ്സ്റ്റിക്ക് വെച്ച് കൺട്രോൾ ചെയ്യാനുള്ള യൂസ് ചെയ്യുന്നത്. മറ്റേ നോർമൽ വണ്ടികൾ നമ്മൾ ഇതുവരെ ഇത് നിന്ന ഇതേഴ്സിന് എന്താ വെച്ചാൽ റൈഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ടച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിലൊരു 3 കൺട്രോൾസ് ഈ ജോയ്സ്റ്റിക്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് കൺട്രോൾ, നമ്മളെ മാപ്പിലേക്ക് നാവിഗേഷൻ്റെ ചെറിയൊരു കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ബ്രൈറ്റ്നസ് അങ്ങനത്തെ കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഈ ജോയ്സ്റ്റിക്കിൽ വരും റൈഡിങ്ങിന്റെ ടൈമിൽ. മനസ്സിലായി. കാഴ്ചക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ തമ്മില്ല. ഫീച്ചേഴ്സും റേഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ള വ്യത്യാസം അല്ലേ? ഓക്കെ. അപ്പോൾ കാലിക്കറ്റിലുള്ള ബ്രിഡ്ജ് വേ എനർജി അല്ലെങ്കിൽ ബ്രിഡ്ജ് വേ എനർജി എന്ന് പറയുന്ന Aetherന്റെ ഷോറൂമിൽ വന്നത് ഈ ഷോറൂമിൻ്റെ ആ ഒരു കാര്യങ്ങൾ കാണാൻ വേണ്ടി മാത്രമല്ല, പുതിയ Aetherന്റെ ആ ഒരു വിലയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒരു ആക്റ്റീവ അല്ലെങ്കിൽ ഒരു ആക്സസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐസ് സ്കൂട്ടർ ഓടിക്കുന്ന ആളുകൾക്ക് ഇലക്ട്രിക്കിലേക്ക് ഒരു മാറ്റം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ 1,20,000 രൂപ മുതലും കൊണ്ട് Aetherന്റെ വണ്ടികൾ ഉണ്ടെന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തതായിട്ട് വീണ്ടും വരാം. നിങ്ങൾ എന്തെങ്കിലും ഷോറൂം ചുറ്റിക്കാണ്ട് വരും. നമസ്കാരം.